ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മൈ ആർട്ടിസ്റ്റിക് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ നാടനായിട്ടുള്ള ചക്ക അവിയലാണ്. അപ്പോൾ നമ്മുടെ ചക്ക അവിയലിന് വേണ്ടിയിട്ടുള്ള ചക്ക ഞാനിവിടെ നല്ല നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചക്കക്കുരു ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചക്കക്കുരു ചേർക്കുക, പക്ഷേ അത് ചേർത്താൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ചക്കയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം വേവിക്കാനായിട്ട് അടച്ച് വയ്ക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിനി അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇടുകയാണ്. നമ്മുടെ കയ്യിൽ 3 പിടി തേങ്ങ ഇടുക. ഇനി വേണ്ടിയത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1.25 നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് മുളക് പൊടിയുടെ അളവെന്ന് പറയുന്നത്. ഇനി 1 ടീസ്പൂൺ ജീരകവും കുറച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും ചേർക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി, ചെറിയുള്ളി ചേർക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ആവിയൊക്കെ വരുന്നുണ്ട്. അത് ഏകദേശം വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചക്ക ഏകദേശം വെന്ത് വരുന്നുണ്ട്. വെള്ളമൊക്കെ ഏതാണ്ട് വറ്റി വരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്കൊന്നത് വേവിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ അടച്ച് വെക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്താൽ നമ്മുടെ ചക്ക അവിയൽ എളുപ്പം റെഡിയായി കിട്ടും. അപ്പോൾ ഇവിടെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ തോരത്തിനൊക്കെ അരപ്പ് എങ്ങനെയാണോ അരയ്ക്കുന്നത് ആ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ അരപ്പ് ചേർത്ത് നമുക്ക് ചക്കയിലൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ സൈഡിലും എത്തത്തക്ക രീതിയിൽ നല്ലപോലെ നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.